ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. നൈൽ നദി എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഏകദേശം 10ഓളം രാജ്യങ്ങളിലൂടെ ഒഴുകി അവസാനം ഈജിപ്തിലെ അസ്വാൻ മുതൽ അലക്സാണ്ട്രിയ വരെ ഒഴുകി, അതായത് ഈജിപ്തിൻ്റെ ഒരു തല മുതൽ മറ്റേ അറ്റം വരെ ഒഴുകി അവസാനം മെഡിറ്ററേനിയൻ കടലിൽ അവസാനിക്കുന്ന നൈൽ നദി ഏകദേശം 6650 കിലോമീറ്ററുള്ള ലോകത്തെ ഏറ്റവും വലിയ നദിയാണ്. ആഫ്രിക്കയിലെ കെനിയ, റുവാണ്ട, ടാൻസാനിയ, കോങ്കോ, സൗത്ത് സുഡാൻ അങ്ങനെ തുടങ്ങി ഏകദേശം 10 രാജ്യങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഇവിടെയൊക്കെ കൃഷി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ചരിത്രപരമായി ഒരുപാട് സാംസ്കാരിക നാഗരികത അതിൻ്റെയൊക്കെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഒരു നദിയാണ് നൈൽ നദി. നൈൽ നദി എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ നല്ല വീതിയുള്ള നദിയാണ്. പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വീതി ഏകദേശം 3 കിലോമീറ്റർ വരെ ഇതിൻ്റെ വീതിയുണ്ട്. ഇത് സുഡാനിൽ നിന്നാണ് ഈജിപ്തിലേക്ക് കടക്കുന്നത്. ഈജിപ്തിലേക്ക് കടക്കുന്ന അസ്വാൻ, അതുപോലെ ലക്സോർ, അത് കഴിഞ്ഞ് അസ്യൂത്ത്, അത് കഴിഞ്ഞ് സോഹാഗ്, ഇങ്ങനെ കെയ്റോ, അലക്സാണ്ട്രിയ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നഗരങ്ങളിലൂടെയാണ് ഇത് അവസാനം കടലിൽ പതിക്കുന്നത്. ഈജിപ്തിൻ്റെ സംസ്കാരത്തിലും ഈജിപ്തിൻ്റെ കാർഷിക മേഖലയിലും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ നൈൽ നദി. നൈൽ നദിയെ ചുറ്റിപ്പറ്റിയാണ് ഈജിപ്തിലെ ജനങ്ങളുടെ ജനവാസവും ഇവിടുത്തെ വ്യവസായവും കാര്യങ്ങളൊക്കെ. ഈ നൈൽ നദിയുടെ 2 ഭാഗത്തും 10-40 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നൈൽ നദിയിൽ നിന്നും കൈവഴികൾ ഉണ്ടാക്കിയാണ് ഇവിടുത്തെ കൃഷി ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം പല സ്ഥലങ്ങളിലും നൈൽ നദിയിൽ നിന്ന് വെള്ളം ഒഴുക്കിയിട്ടാണ് കൃഷി വരെ നടക്കുന്നത്. പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള നദിയാണ്. ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ നഫീസത്തുൽ മിസ്രിയ, യൂസുഫ് നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി നബിമാരും അതുപോലെ ഇമാമിയങ്ങളുമായ ഒരുപാട് ആളുകളുടെ ചരിത്ര കഥകളുമായി ഒരുപാട് ബന്ധം ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട നദിയാണ് നൈൽ നദി. ഈജിപ്തിൻ്റെ നൈൽ നദീ തീരങ്ങളിൽ ഇങ്ങനെ നിരവധി ഗാർഡനുകൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നൈൽ നദിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ നല്ല അടിപൊളിയാണ്. ഇപ്പം നല്ല തണുപ്പ് സീസൺ ആയതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. നൈൽ നദിയുടെ മുകളിലൂടെയുള്ള ഒരു ബ്രിഡ്ജിൽ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. ദസൂക്കിൻ്റെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ ഉൾഗ്രാമങ്ങളിലേക്കുള്ളൊരു യാത്രയുണ്ട്. അടിപൊളി. നമ്മുടെ നാട്ടിലെ പോലെ ഓട്ടോറിക്ഷകളിലൂടെ ചെറിയ നഗരങ്ങളിലൊക്കെ ഉണ്ട്. കൃഷിയിടത്ത് കൂടെയുള്ള യാത്രയാണ്. ഈജിപ്തിലെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. നല്ല
നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. അടിപൊളി. നൈൽ നദിയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ വിൽക്കുകയാണ് ഇവിടെ മക്കളെ. അടിപൊളി. ഓ, ഈന്തപ്പന മരങ്ങളൊക്കെ വളരെ കുറവാണ് മിസറിൽ കാണുന്നത്. കരിമ ഈജിപ്ത് ടൂറ് പൊളി വൈബല്ലേ? ഈജിപ്ത്